നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വെബ്സൈറ്റ് വഴി ട്രേഡിംഗ് നടത്തി കതിരൂർ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 23 ലക്ഷത്തോളം രൂപ. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ആളുടെ നിർദ്ദേശപ്രകാരം ട്രേഡിംഗ് ചെയ്താണ് പണം നഷ്ടമായത്. സമാന രീതിയിൽ ചക്കരക്കൽ സ്വദേശിക്ക് 75,005 രൂപയും നഷ്ടമായിട്ടുണ്ട്. പരാതിക്കാരനെ ആക്സിസ് ക്രെഡിറ്റ് കാർഡ് എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞ് വിളിക്കുകയും ക്രെഡിറ്റ് കാർഡിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് പരാതിക്കാരന്റെ കാർഡ് വിവരങ്ങളും OTPയും കൈക്കലാക്കി പണം തട്ടിയെടുക്കുകയായിരുന്നു. തലശ്ശേരി സ്വദേശിക്ക് 1,698 രൂപ നഷ്ടപ്പെട്ടു. ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ട് ഡ്രസ്സ് വാങ്ങാൻ പണം നൽകിയ ശേഷം പണമോ വാഗ്ദാനം ചെയ്ത സാധനമോ നൽകാതെ ചതിക്കുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ആൻഡ് വാട്സ്ആപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതാണ്. അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കുക, വീഡിയോ കോൾ എടുക്കാതിരിക്കുക, നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്താതിരിക്കുക, വിദേശത്തു നിന്നും പണം അയക്കുന്നവർ ഏജന്റ് മുഖേന പണം അയക്കാതെ ബാങ്കുകൾ വഴിയും മണി ട്രാൻസ്ഫർ വഴിയും പണം അയക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് ഫ്രോഡ് പണം വരാനും അത് ഹോൾഡ് ലീൻ ആകാനുമാണ് സാധ്യത. ആരും തന്നെ വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ട്രേഡിംഗ് ചെയ്യുന്നതിനും പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും പണം നൽകാതിരിക്കുക. ഓൺലൈൻ ലോൺ നൽകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും അങ്ങോട്ട് പണം അയച്ചു കൊടുക്കുകയോ അവർ നൽകുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുത്. ഇത് നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ അവർക്ക് ചോർത്തി നൽകിയേക്കാം. പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നും വരുന്ന വീഡിയോ കോളുകൾ യാതൊരു കാരണവശാലും എടുക്കാതിരിക്കുക. ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയോ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതോ ആണ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.